കേന്ദ്ര സർക്കാർ വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് SIR അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള 12ഓളം സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി ആശങ്കകളും ആരോപണങ്ങളും ഇതിനെ ചൊല്ലി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അത് കഴിഞ്ഞതിന് ശേഷം വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ മതിയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നെങ്കിലും അത് പരിഗണിക്കാതെയാണ് കേരളത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനം നടക്കുന്നത്. നേരത്തെ 2002 ഇങ്ങനെയൊരു പരിഷ്കരണ പ്രവർത്തനം നടന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2025 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2002 വോട്ടർ പട്ടികയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെയൊക്കെ വീട്ടിൽ വരും. എന്നിട്ട് നമുക്ക് പൂരിപ്പിക്കാനുള്ള ഫോം തരും. അത് പൂരിപ്പിച്ച് നൽകുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. നമ്മൾ പൂരിപ്പിച്ച് നൽകുന്ന ഫോമും 2002 വോട്ടർ പട്ടികയിൽ നമ്മൾ നൽകിയിരിക്കുന്ന വിവരങ്ങളും അവർ പരസ്പരം ഒത്തുനോക്കും. എന്നിട്ട് 2002 വോട്ടർ പട്ടികയിൽ നമ്മൾ നൽകിയിരിക്കുന്ന വിവരവും ഇപ്പോൾ നൽകിയ വിവരങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മോട് ആദ്യമായി ജനനസ്ഥലവും ജനനത്തീയതിയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആദ്യമായി അവർ ആവശ്യപ്പെടുക. രണ്ടാമതായി നമ്മുടെ 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എന്ന് കരുതുക. അപ്പോൾ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴും അവർ നമ്മോട് വേണ്ടപ്പെട്ട രേഖ ആവശ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത നമ്മൾ 1987 മുമ്പ് ജനിച്ചവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ജനനസ്ഥലവും ജനനത്തീയതിയും തെളിയിക്കേണ്ട രേഖയാണ് സമർപ്പിക്കേണ്ടി വരിക. രണ്ടാമതായി പിന്നീട് 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എന്ന് കരുതുക. നമ്മളാണെങ്കിൽ 1987 ശേഷം ജനിച്ചവരുമാണ്. നേരത്തെ പറഞ്ഞത് 1987 മുമ്പ് ജനിച്ചവരാണ്, നമ്മൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ജനനസ്ഥലവും ജനനത്തീയതിയും തെളിയിക്കേണ്ട രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും. ഇനി 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത നമ്മൾ 1987 ശേഷം ജനിച്ചവരാണ് എങ്കിൽ നമ്മുടെ ജനനസ്ഥലവും തീയതിയും തെളിയിക്കേണ്ട രേഖയോടൊപ്പം നമ്മുടെ രക്ഷിതാക്കളുടെ ജനനസ്ഥലവും തീയതിയും തെളിയിക്കേണ്ട രേഖ കൂടി ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ 3 വിഷയമാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് നമ്മൾ പൂരിപ്പിച്ച് നൽകിയ ഫോമും 2002 വോട്ടർ പട്ടികയിലെ വിവരങ്ങളും ഒത്തുനോക്കിയിട്ട് വൈരുദ്ധ്യമുണ്ടെങ്കിൽ നമ്മൾ രേഖ സമർപ്പിക്കേണ്ടി വരും. രണ്ടാമതായിട്ട് 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല, നമ്മൾ 1987 മുമ്പ് ജനിച്ചവരാണ് എങ്കിൽ അപ്പോഴും നമ്മുടെ ജനനസ്ഥലവും തീയതിയും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കേണ്ടി വരും. മൂന്നാമതായി 2002 വോട്ടർ പട്ടികയിൽ പേരില്ല, നമ്മൾ 1987 ശേഷം ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജനനസ്ഥലവും തീയതിയും തെളിയിക്കുന്ന രേഖയോടൊപ്പം നമ്മുടെ രക്ഷിതാക്കളുടെ രേഖ കൂടി സമർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിലെ പ്രാധാന്യം. അപ്പം നമുക്ക് സമർപ്പിക്കേണ്ട രേഖകളിൽ പ്രധാനമായും 12 രേഖകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു രേഖയെ നമ്മൾ സമർപ്പിച്ചാൽ മതി. ഈ 12 പ്രധാനപ്പെട്ട രേഖയിൽ പാസ്പോർട്ട് ഉണ്ട്, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുപോലെ ആധാർ കാർഡ് ഉണ്ട്, SSLC ബുക്ക് ഉണ്ട്. ഇങ്ങനെ പ്രധാനമായ 4 രേഖകൾ നമ്മുടെ ഒട്ടുമിക്ക പേരുടെ വശത്തുണ്ടാവാൻ സാധ്യതയുള്ള രേഖകളാണ് ഈ 12 ഈ 4 ഐറ്റം. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സമർപ്പിച്ചാൽ മതി. ഈ 4 ഇല്ലെങ്കിലാണ് നമ്മൾ മറ്റ് വിഷയങ്ങൾ സമർപ്പിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലെ വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാക്കളുടെ രേഖകളൊക്കെ സമർപ്പിക്കാൻ വരുമ്പോൾ ഒരു പക്ഷേ പ്രായം ചെന്ന ആളുകളാണെങ്കിൽ അവർക്ക് ജനന സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ ഗൾഫിൽ പോവാത്ത ആളുകളാണെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല.
അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ കൂടുതൽ ആശങ്കയ്ക്ക് വകയില്ല എന്ന് തോന്നുന്നു. എങ്കിലും ഇതിൻ്റെ മുന്നിലുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത് ബീഹാറിൽ നേരത്തെ നടന്ന 2-3 മാസം മുമ്പ് നടന്ന ഈ പരിഷ്കരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 68 ലക്ഷത്തോളം പേർ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു എന്നുള്ളത് നമ്മളൊക്കെ ഏറെ ഭീതിയോടെയാണ് ആ വാർത്ത വായിച്ചത്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത്. ഈ 68 ലക്ഷത്തോളം പേര് വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ടപ്പോൾ സുപ്രീം കോടതി അതിൽ ഇടപെടുകയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഈ 68 ലക്ഷത്തോളം പേർ പുറന്തള്ളാനുള്ള കാരണമായിട്ട് അറിയിച്ചിട്ടുള്ളത് കുറച്ച് പേര് അതിൽ മരണപ്പെട്ടു പോയവരായിരുന്നു. മറ്റൊന്ന്, ഈ BLOമാർ ഈ വീടുകളെ സമീപിച്ചപ്പോൾ വേണ്ട രീതിയിൽ വീടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല, സ്ഥലം മാറിപ്പോയവരുണ്ടായിരുന്നു. മറ്റൊന്ന്, BLOമാർക്ക് വേണ്ട രീതിയിലുള്ള ഫോം പൂരിപ്പിച്ച് നൽകാത്ത വിഷയമുണ്ടായിരുന്നു. ഫോം പൂരിപ്പിച്ച് നൽകിയിട്ട് തന്നെ ഈ 12 ഇന രേഖകളിൽ ഒന്നുപോലും ഹാജരാക്കാൻ കഴിയാത്തവരായിരുന്നു എന്നെല്ലാമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിക്ക് നൽകിയിട്ടുള്ള വിശദീകരണം. നേരത്തെ ആധാർ കാർഡ് ഈ 12 ഇന രേഖയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അതിൽ ആധാർ കാർഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആധാർ കാർഡൊക്കെ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ഒട്ടുമിക്ക പേരുടെ കയ്യിലും ആധാർ കാർഡ്, അതുപോലെ SSLC ബുക്ക്, ജനന സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയൊരു ആശങ്കയ്ക്ക് വകയില്ല എന്ന് തോന്നുന്നു. ഈ ബീഹാറിലെ അനുഭവമാണ് നമുക്കൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. അതിൽ തന്നെ പുറന്തള്ളപ്പെട്ടവരിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളും ദളിതന്മാരും സ്ത്രീകളുമാണ് കൂടുതൽ എന്നുള്ളതാണ് ഒരാശങ്ക. ഇതിൽ നമ്മുടെ പൗരത്വ രജിസ്ട്രേഷൻ്റെ പിൻവാതിൽ നിയമനമാണ് ഇതിലൂടെ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക ഓൾറെഡി നമുക്ക് നിലനിൽക്കുന്നതിനാൽ പുറന്തള്ളപ്പെട്ടവരിൽ കൂടുതലും ദളിതന്മാരും ന്യൂനപക്ഷ വിഭാഗവും സ്ത്രീകളുമാണ് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ നിലനിൽക്കുന്ന ആശങ്കയാണ് നമ്മുടെ മുമ്പിലുള്ളത്. എങ്കിലും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക പേർക്കും ഈ 12-ൽ ഏതെങ്കിലും ഒരു രേഖ സമർപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയും വിശ്വാസവുമാണ് നമുക്കുള്ളത്. ഏതായാലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ അവസാന വോട്ടർ പട്ടിക പുറത്തുവിടുമ്പോൾ മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുക. ഏതായാലും നമ്മുടെ മുന്നിൽ ഇത്രയും വിഷയങ്ങളാണുള്ളത്. പ്രധാനമായിട്ട് ആധാർ കാർഡ്, SSLC ബുക്ക്, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രേഖകളൊക്കെ കയ്യിലുള്ളവർ ആശങ്കപ്പെടേണ്ടി വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.